ഞാൻ പറഞ്ഞോണ്ട് അടുത്തോ അമ്പോട്ട് ഇങ്ങോട്ട് കേറിപ്പോ ഇച്ചിരി വൈകിട്ട് വരാം അവിടെ ഫോണ് ക്യാമറ ഒരുത്തിനെ പിടിച്ച് കണ്ടന്റ് ഫോട്ടോ ഇതായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് സിനിമയാണല്ലോ, ഫൈറ്റും കാര്യങ്ങളും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഞാനും അതെങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. കൂടുതലും ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പുതിയ പുതിയ ആൾക്കാർ, അവരുടെ കൂടിയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പറ്റിയുള്ള ആൾക്കാർ തന്നെ ഫ്രാങ്കോ ഫസ്റ്റ് വർഷങ്ങൾ ഒരുമിച്ച് ഇവരെല്ലാവരും നേരത്തെ അറിയുന്നതാണ്. വർക്ക് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷം, ഫ്രാങ്കോനായിട്ട് കുറേ നാൾക്ക് ശേഷമാണ്. പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ്. പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അറിയാം. എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഷാജി റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകളും ഓരോ ജോണർ പലത് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക, ഇങ്ങനെ ഒരു സംഭവം വരിക എന്ന് ആദ്യമേ തന്നെ വന്നപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കഥ കേട്ട് അത് ഭയങ്കര രസമുണ്ട്. അത് കൂടുതൽ സന്തോഷം തോന്നി. അതിലൊരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ റോൾ എത്രത്തോളം ചാലഞ്ച് ചെയ്യണം? കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയിൽ പോലെയല്ലേ, ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞല്ലേ. ബോക്സിംഗ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കോമഡി ജേണറിൽ വരുന്നൊരു മൂവി. തീർച്ചയായും കോമഡി എല്ലാം ഉള്ളൊരു പരിപാടിയാണ്. നോക്കാം എന്തായാലും. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിന് മുമ്പേ തന്നെ ഒരു കുറച്ച് നാൾ മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയല്ലോ. എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട്. അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഈ സിനിമ കഴിയുമ്പം ആക്ഷൻ ഹീറോ ആയിട്ട് മാറും നെസ്ലി? എനിക്കറിയില്ല. പ്രൈമറി 2 എന്തായാലും 2025 ആവും. പുതിയ കാസ്റ്റ് അതൊന്നും എനിക്കറിയില്ല. എല്ലാം ഗിരീഷേട്ടനോടും സ്റ്റുഡിയോസിനോടും ചോദിക്കേണ്ടി വരും. എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതിൽ. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. ആകാശേ സാർ
Thank you.